അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനായി ജോഹാൻ സെൻസും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് സ്വിറ്റ്സർലൻഡിലെ ജനീവ നഗരത്തിന് തെക്ക് തോറൻസ് എന്ന പട്ടണത്തിൽ 1567 ഓഗസ്റ്റ് 21 വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ദൈവഭക്തിയിലും പുണ്യത്തിലും വളർന്നു വന്ന ഫ്രാൻസിസ് തൻ്റെ ഗുരുഭൂതനായ ഫാദർ ടെയാജയുടെ വേദോപദേശങ്ങളും മാതൃകയും തന്നിൽ എളിമയും പ്രാർത്ഥനാ ചൈതന്യവും വളർത്തി. 10-ാം വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അതിനുശേഷം തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഈ ബാലനിലുണ്ടായി. തൻ്റെ മകനെ ഒരു നിയമ പണ്ഡിതനും രാജ്യസദസ്സിലെ ഒരു അംഗവുമാക്കണമെന്നതായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കണമെന്നതായിരുന്നു ഫ്രാൻസിസിൻ്റെ ആഗ്രഹം. 11-ാം വയസ്സിൽ പ്രാരംഭപ്പെട്ട സ്വീകരണത്തിൻ്റെ ഭാഗമായി മുടി മുറിച്ച് ലോകത്തോടും അതിൻ്റെ മോഹങ്ങളോടും വിട ചൊല്ലി. പരിശുദ്ധ മാതാവിൻ്റെ ഭക്തനായിരുന്ന ഫ്രാൻസിസ് ജീവിതാവസാനം വരെ ജപമാല പ്രാർത്ഥനയും എത്രയെന്നുള്ള മാതാവേ എന്ന ജപവും ചൊല്ലി മുടങ്ങാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നീണ്ട 5 വർഷത്തെ പഠനത്തിന് ശേഷം തത്വശാസ്ത്രത്തിലും ഗ്രീക്ക്, ഹീബ്രു തുടങ്ങിയ ഭാഷകളിലും ഉന്നത പരിശീലനം നേടി. ഫ്രാൻസിസിന്റെ പിതാവിന്റെ ആഗ്രഹമനുസരിച്ച് നിയമത്തിൽ ഉന്നത ബിരുദം നേടുന്നതിനു വേണ്ടി പാദുക സർവകലാശാലയിൽ പഠനം തുടങ്ങി. തൻ്റെ ഗുരുഭൂതനായ ഫാദർ ടെയാജയും ഫ്രാൻസിസിന്റെ ഒപ്പമുണ്ടായിരുന്നു. നിയമ പഠനത്തിൽ മുഴുവൻ സമയവും വ്യാപൃതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിതത്തിനോ വൈദികനാകുവാനുള്ള ആഗ്രഹത്തിനോ കോട്ടം തട്ടിയില്ല. പഠനത്തിന്റെ തിരുക്ക് മൂലവും താപസ കൃത്യങ്ങൾ മൂലവും ശരീരം ക്ഷീണിക്കുകയും രോഗബാധിതനാകുകയും മരണത്തിന്റെ വക്കിലെത്തുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിന്റെ സഹായത്താൽ രോഗങ്ങൾ മാറി സുഖപ്പെടുകയും ചെയ്തു. 1599 പഠനം പൂർത്തിയാക്കുകയും നിയമത്തിൽ ഡോക്ടർ ബിരുദം നേടുകയും ചെയ്തു. ജനീവ മെത്രാന്റെ ആലോചന സംഘത്തിലെ അധ്യക്ഷനും നിയമ പണ്ഡിതനുമായ വൈദികൻ മരിച്ച ഒടുവിൽ ഫ്രാൻസിസിനെ ജനീവ ബിഷപ്പ് ക്ലാവുത്ത് സീനിയർ നിയമിച്ചു. അതിനെ തുടർന്ന് ഫ്രാൻസിസ് വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിലെ ഒരു വിഭാഗം ജനങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി ജോൺ കാവിൻ എന്നയാളുടെ വേദോപദേശത്തിൽ വളർന്നു. അവിടെ കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി പോകുവാൻ ഫ്രാൻസിസ് തയ്യാറായി. തൻ്റെ 5 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായി 100-ലധികം കത്തോലിക്കരോ ഒരു ദേവാലയം പോലും ഇല്ലാത്തതിനാൽ ഫ്രാൻസിസ് അച്ഛൻ്റെ അധ്വാനത്തിന്റെ ഫലമായി 70,000-ലധികം കാൽവിനിസ്റ്റുകളെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരികയും എല്ലാ ദേവാലയങ്ങളും പുനർനിർമ്മിക്കുകയും ചെയ്തു. ജനീവ രൂപതയുടെ സഹായമെത്രാനാകുകയും 1602 രൂപതയുടെ മെത്രാനാകുകയും ചെയ്തു. 1609 വിസിറ്റേഷൻ സഭ സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചിട്ടയായ മാർഗരേഖകൾ ഉണ്ടാക്കുകയും ചെയ്തു. വളരെ തീക്ഷ്ണമതിയായ ഒരു ഇടയനായിരുന്നു ഫ്രാൻസിസ്. രോഗബാധിതനായി തീർന്ന ഫ്രാൻസിസ് 1622 ഡിസംബർ 28 നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുകയും ചെയ്തു. 1662 ജനുവരി 8 വാഴ്ത്തപ്പെട്ടവനായി തീർന്നു. 1665 അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ വിശുദ്ധനായി നാമകരണം ചെയ്തു. 9-ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ 1827 വേദപാരംഗരുടെ ഗണത്തിൽ ചേർത്തു. 1923 11-ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ പത്രപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. നന്ദി. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ജോഹാൻ നമ്മെ സഹായിച്ചു. താങ്ക് യു ജോഹാൻ. നമ്മുടെ യൂണിറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി യൂണിറ്റ് സെക്രട്ടറി സുനിലിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.